എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കപ്പാസിറ്റീവ്, ഇൻഡക്റ്റീവ്, ഫോട്ടോ ഇലക്ട്രിക് പ്രോക്സിമിറ്റി സെൻസറുകൾ ഉപയോഗിച്ച് വ്യത്യസ്ത ഒബ്ജക്റ്റുകൾ എങ്ങനെ കണ്ടെത്താമെന്ന് നമുക്ക് പഠിക്കാം. ലക്ഷ്യങ്ങൾ: ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കഴിയുന്നവ: 1. ഇന്ററാക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസറുകൾ ഉപയോഗിച്ച് വ്യത്യസ്ത വസ്തുക്കൾ കണ്ടെത്താൻ. 2. കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസറുകൾ ഉപയോഗിച്ച് വ്യത്യസ്ത വസ്തുക്കൾ കണ്ടെത്താൻ. 3. ഫോട്ടോ ഇലക്ട്രിക് പ്രോക്സിമിറ്റി സെൻസറുകൾ ഉപയോഗിച്ച് വ്യത്യസ്ത വസ്തുക്കൾ കണ്ടെത്താൻ. ഇത് പ്രാക്ടിക്കലായി ചെയ്യാൻ ആവശ്യമായ ടൂളുകളും എക്വിപ്മെന്റുകളും നമുക്ക് ശേഖരിക്കാം. ട്രെയിനിയുടെ ടൂൾ കിറ്റ് 1 സെറ്റ്, സോൾഡറിംഗ് അയൺ 25 വാട്ട്സ് by 240 വോൾട്ട്സ് 1 സെറ്റ്, ഡിജിറ്റൽ മൾട്ടിമീറ്റർ പ്രോബുകൾ 1 നമ്പർ, ബാറ്ററി 12 വോൾട്ട്സ് 7.5 Ah 1 നമ്പർ, ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസർ 12 വോൾട്ട് DC 2 വയർ, സാധാരണയായി ക്ലോസ്ഡ് 1 നമ്പർ, കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസർ M18 NPN നോർമലി ഓപ്പൺ NC 1 നമ്പർ, ഫോട്ടോ ഇലക്ട്രിക് പ്രോക്സിമിറ്റി സെൻസറുകൾ 5V DC ഇൻഫ്രാറെഡ് 1 നമ്പർ, DC ബൾബ് 12 വോൾട്ട് 5 വാട്ട് 1 നമ്പർ, കണക്റ്റിംഗ് വയറുകൾ ആവശ്യാനുസരണം. ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസറുകളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസർ എന്നത് ഫിസിക്കൽ കോൺടാക്ട് ഇല്ലാതെ മെറ്റൽ വസ്തുക്കളുടെ സാന്നിധ്യം അല്ലെങ്കിൽ അഭാവം കണ്ടെത്തുന്നതിന് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനിൽ ഉപയോഗിക്കുന്ന ഒരുതരം സെൻസറാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസറുകൾ പ്രവർത്തിക്കുന്നത്. അവ അവരുടെ സെൻസറിംഗ് ഫേസിനു ചുറ്റും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് സൃഷ്ടിക്കുന്നു. ഒരു മെറ്റാലിക് ഒബ്ജക്ട് ഈ ഫീൽഡിൽ പ്രവേശിക്കുമ്പോൾ അത് ഫീൽഡിനെ ശല്യപ്പെടുത്തുന്നു. ഇത് സെൻസറിന്റെ ഔട്ട്പുട്ടിൽ മാറ്റം വരുത്തുന്നു. ഒരു മെറ്റൽ വസ്തു സെൻസറിന്റെ സെൻസിംഗ് ഫേസിനെ സമീപിക്കുമ്പോൾ ചേഞ്ചിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കാരണം അത് വസ്തുവിനുള്ളിൽ എഡ്ഡി കറന്റ് ഉൽപ്പാദിപ്പിക്കുന്നു. ടാസ്ക് 1. ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസറുകൾ ഉപയോഗിച്ച് വ്യത്യസ്ത വസ്തുക്കൾ കണ്ടെത്തുന്നത്. സ്റ്റെപ്പ് 1. ഒരു ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസർ അതിന്റെ സ്പെസിഫിക്കേഷനുകളിൽ നിന്ന് തിരിച്ചറിയുന്നതിനായി അതിന്റെ ഡേറ്റ ഷീറ്റിൽ സാധാരണയായി നൽകിയിരിക്കുന്ന പ്രധാന പാരാമീറ്ററുകൾ മനസ്സിലാക്കുന്നത് ഉൾപ്പെടുന്നു. ഒരു മെറ്റൽ വസ്തുവിന്റെ സാന്നിധ്യം സെൻസറിന് കണ്ടെത്താൻ കഴിയുന്ന പരമാവധി ദൂരം ഇത് സൂചിപ്പിക്കുന്നു. ഇത് സാധാരണയായി മില്ലിമീറ്ററിൽ അല്ലെങ്കിൽ ഇഞ്ചിൽ നൽകിയിരിക്കുന്നു. സ്റ്റെപ്പ് 2. 2 വയർ ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസറുകൾക്ക് സാധാരണയായി 2 ടെർമിനലുകളുണ്ട്. ഒന്ന് പവർ സപ്ലൈക്ക് വേണ്ടിയുള്ളതും മറ്റൊന്ന് ഔട്ട്പുട്ടിനോ ലോഡിനോ വേണ്ടിയുള്ളതും. സ്റ്റെപ്പ് 3. സ്പെസിഫിക്കേഷനുകളിൽ നിന്ന് സെൻസറിന്റെ പോസിറ്റീവ്, നെഗറ്റീവ് ടെർമിനലുകളും ഇൻപുട്ട് സപ്ലൈ വോൾട്ടേജ് റേറ്റിംഗും തിരിച്ചറിയുക. സ്റ്റെപ്പ് 4. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിനെ സെൻസറിന്റെ പോസിറ്റീവ് ടെർമിനലിലേക്ക് ശരിയായ പൊളാരിറ്റി ഉപയോഗിച്ച് സീരീസിലെ ലോഡിലൂടെ അലാറം, ലാമ്പ്, ബസർ മുതലായവ കണക്ട് ചെയ്യുക. സ്റ്റെപ്പ് 5. ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിനെ സെൻസറിന്റെ നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുക. സ്റ്റെപ്പ് 6. പവർ സപ്ലൈയിലേക്കും ലോഡിലേക്കും സെൻസർ കണക്ട് ചെയ്തു കഴിഞ്ഞാൽ സെൻസറിന്റെ ഡിറ്റക്ഷൻ പരിധിയിൽ ഒരു മെറ്റാലിക് ഒബ്ജക്ട് കൊണ്ടുവരിക. സ്റ്റെപ്പ് 7. ഒബ്ജക്ട് സെൻസിംഗ് റേഞ്ചിൽ പ്രവേശിക്കുമ്പോൾ സെൻസർ അത് കണ്ടെത്തി സർക്യൂട്ട് പൂർത്തിയാക്കുന്നു. ലോഡിലൂടെ കറന്റ് ഒഴുകാൻ അനുവദിക്കുന്നു. സ്റ്റെപ്പ് 8. ഒബ്ജക്റ്റുകൾ ഡിറ്റക്ട് ചെയ്യുമ്പോൾ സിഗ്നൽ നൽകുന്നതിനെ ലോഡ് ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇതിനുശേഷം ലോഡിന് മുൻപ് നിശ്ചയിച്ചു വച്ചിട്ടുള്ള ഏതെങ്കിലും പ്രവർത്തനം ചെയ്യും. അതായത് ലൈറ്റ് ഓണാക്കുകയോ അലാറം മുഴക്കുകയോ ചെയ്യുന്നത് പോലെ. സ്റ്റെപ്പ് 9. അതിന്റെ ഡിറ്റക്ഷൻ പരിധിക്കുള്ളിൽ വിവിധ മെറ്റൽ വസ്തുക്കളെ വച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനം പരിശോധിക്കുക. ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസറുകളുടെ ഡിറ്റക്ഷൻ റേഞ്ചും സെൻസിറ്റിവിറ്റിക്കും മെറ്റാലിക് ഒബ്ജക്റ്റുകൾ കണ്ടെത്തുന്നതിന് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നു. കൂടാതെ അവ സാധാരണയായി പ്ലാസ്റ്റിക്, മരം അല്ലെങ്കിൽ ദ്രാവകങ്ങൾ പോലുള്ള ലോഹേതര വസ്തുക്കളോട് പ്രതികരിക്കുന്നില്ല. നമുക്ക് കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസറുകളെക്കുറിച്ച് ചർച്ച ചെയ്യാം. കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസർ എന്നത് ഭൌതിക സമ്പർക്കം കൂടാതെ മെറ്റലും അല്ലാത്തതുമായ വസ്തുക്കൾ ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ സാന്നിധ്യം അല്ലെങ്കിൽ അഭാവം കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്ന ഒരുതരം സെൻസറാണ്. പ്രഷർ സെൻസിംഗ്, ലെവൽ സെൻസിംഗ്, ഹ്യൂമിഡിറ്റി സെൻസിംഗ്, ഫോഴ്സ് ആൻഡ് സ്ട്രെയിൻ മെഷർമെന്റ്, ഫ്ലൂയിഡ് ഫ്ലോ മെഷർമെന്റ് തുടങ്ങിയ ഫിസിക്കൽ വേരിയബിളുകളുടെ ഒരു റേഞ്ചിനെ സ്വാധീനിക്കാവുന്ന
കപ്പാസിറ്റൻസിലെ മാറ്റങ്ങൾ അളക്കാനുള്ള കഴിവ് കാരണം കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസറുകൾ വിവിധ മേഖലകളിൽ ആപ്ലിക്കേഷനുകൾ കണ്ടെത്തുന്നു. കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസറുകൾ കപ്പാസിറ്റൻസിലെ മാറ്റങ്ങളെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യുന്ന ഒരു സംവിധാനത്തിന്റെ കഴിവാണ് കപ്പാസിറ്റൻസ്. ഒരു ഒബ്ജക്ട് സെൻസറിന്റെ സെൻസിംഗ് ഫീൽഡിൽ പ്രവേശിക്കുമ്പോൾ അത് സെൻസറിന്റെ കപ്പാസിറ്റൻസ് മാറ്റുന്നു. ഇതൊരു ഡിറ്റക്ഷൻ സിഗ്നൽ പ്രവർത്തനക്ഷമമാക്കുന്നു. ഒരു ഒബ്ജക്ട് സെൻസറിന്റെ സെൻസിംഗ് ഫീൽഡിൽ പ്രവേശിക്കുമ്പോൾ അത് സെൻസറിന്റെ കപ്പാസിറ്റൻസ് മാറ്റുന്നു. ഇതൊരു ഡിറ്റക്ഷൻ സിഗ്നൽ പ്രവർത്തനക്ഷമമാക്കുന്നു. സെൻസറിൽ ഒരു ഓസിലേറ്റർ സർക്യൂട്ട് അടങ്ങിയിരിക്കുന്നു. അത് സെൻസിംഗ് ഏരിയയ്ക്ക് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് സൃഷ്ടിക്കുന്നു. ഒരു വസ്തു സെൻസിംഗ് ഫീൽഡിൽ പ്രവേശിക്കുമ്പോൾ അത് സെൻസറിന്റെ കപ്പാസിറ്റൻസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തുകൊണ്ട് മാറ്റുന്നു. കപ്പാസിറ്റൻസിലെ ഈ മാറ്റങ്ങൾ സെൻസർ കണ്ടെത്തി അവയെ ഒരു ഇലക്ട്രിക് സിഗ്നലാക്കി മാറ്റുന്നു. വസ്തുവിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ അഭാവം നിർണ്ണയിക്കാൻ സെൻസറിന്റെ ഇലക്ട്രോണിക്സ് ഈ സിഗ്നൽ പ്രോസസ് ചെയ്യുന്നു. ടാസ്ക് 1. കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസറുകൾ ഉപയോഗിച്ച് വ്യത്യസ്ത വസ്തുക്കൾ കണ്ടെത്തുക. സ്റ്റെപ്പ് 1. സെൻസർ അതിന്റെ സ്പെസിഫിക്കേഷനുകളെ അടിസ്ഥാനമാക്കി NPN ആണോ PNP ആണോ എന്ന് തിരിച്ചറിയുക. ഒരു NPN സെൻസറിനായി ലോഡിന്റെ ഒരു വശം സെൻസറിന്റെ ഔട്ട്പുട്ട് ടെർമിനലുമായി കണക്ട് ചെയ്യുക. മറുവശം പോസിറ്റീവ് സപ്ലൈ വോൾട്ടേജിലേക്ക് കണക്ട് ചെയ്യുക. ഒരു PNP സെൻസറിനായി ലോഡിന്റെ ഒരു വശം സെൻസറിന്റെ ഔട്ട്പുട്ട് ടെർമിനലുമായി കണക്ട് ചെയ്യുക. മറുവശം നെഗറ്റീവ് സപ്ലൈ വോൾട്ടേജിലേക്ക് കണക്ട് ചെയ്യുക. നോർമലി ഓപ്പൺ NO നോർമലി ഓപ്പൺ കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസറിൽ അതിന്റെ സെൻസിംഗ് റേഞ്ചിനുള്ളിൽ ഒരു വസ്തുവും കണ്ടെത്താത്തപ്പോൾ ഔട്ട്പുട്ട് സർക്യൂട്ട് ഓപ്പൺ ആയിരിക്കും. നോൺ കണ്ടക്ടീവ്. നോർമലി ക്ലോസ്ഡ് NC. നേരെ മറിച്ച് നോർമലി ക്ലോസ്ഡ് കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസറിൽ അതിന്റെ സെൻസിംഗ് പരിധിക്കുള്ളിൽ ഒരു വസ്തുവിനെ കണ്ടെത്താത്തപ്പോൾ ഔട്ട്പുട്ട് സർക്യൂട്ട് ക്ലോസ് ആയിരിക്കും. കണ്ടക്ടർ. സ്റ്റെപ്പ് 2. സെൻസറിന് ആവശ്യമായ വോൾട്ടേജും പൊളാരിറ്റിയും അതിന്റെ ഡേറ്റാ ഷീറ്റിൽ നിന്ന് നിർണ്ണയിക്കുക. കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസറുകൾ സാധാരണയായി DC വോൾട്ടേജിൽ പ്രവർത്തിക്കുന്നു. കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസർ ഒരു DC പവർ സപ്ലൈയിലേക്കോ ബാറ്ററിയിലേക്കോ കണക്ട് ചെയ്ത് ശരിയായ പൊളാരിറ്റി ഉപയോഗിച്ച് ലോഡ് ചെയ്യുക. സ്റ്റെപ്പ് 3. പവർ സപ്ലൈയിലേക്കും ലോഡിലേക്കും സെൻസർ കണക്ട് ചെയ്ത് ബാധകമെങ്കിൽ സിസ്റ്റത്തിൽ പവർ ചെയ്യുക. സ്റ്റെപ്പ് 4. കപ്പാസിറ്റീവ് സെൻസറിന്റെ സെൻസിംഗ് പരിധിക്കുള്ളിൽ ഒരു വസ്തുവിനെ കൊണ്ടുവരിക. ഈ വസ്തുവിന് സെൻസറിനെ പ്രവർത്തനക്ഷമമാക്കാൻ മതിയായ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് ഉണ്ടായിരിക്കണം. ഉദാഹരണം പ്ലാസ്റ്റിക്, ഗ്ലാസ്. പ്രോക്സിമിറ്റി സെൻസർ ഇൻപുട്ടിനോട് വളരെ അടുത്ത് കൊണ്ടുവരികയും എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ഡിസ്പ്ലേ നിരീക്ഷിക്കുകയും ചെയ്യുക. സ്റ്റെപ്പ് 5. ഒബ്ജക്ട് സെൻസിംഗ് റേഞ്ചിലേക്ക് പ്രവേശിക്കുമ്പോൾ സെൻസർ അത് കണ്ടെത്തുകയും ബാധകമെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് ആക്ടിവേറ്റ് ചെയ്യുകയും വേണം. സ്റ്റെപ്പ് 6. സെൻസർ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഔട്ട്പുട്ട് സിഗ്നലോ കണക്ട് ചെയ്ത ലോഡിന്റെ സ്വഭാവമോ നിരീക്ഷിക്കുക. സ്റ്റെപ്പ് 7. സെൻസറിന്റെ റിലയബിലിറ്റി പരിശോധിക്കുന്നതിനും ആവശ്യമെങ്കിൽ സെറ്റിംഗുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും വിവിധ ഒബ്ജക്റ്റുകൾ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുക. റീക്യാപ്പ്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ: 1. ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസറുകൾ ഉപയോഗിച്ച് വ്യത്യസ്ത വസ്തുക്കൾ കണ്ടെത്താൻ. 2. കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസറുകൾ ഉപയോഗിച്ച് വ്യത്യസ്ത വസ്തുക്കൾ കണ്ടെത്താൻ. വീഡിയോ കണ്ടതിന് നന്ദി.